വർഷം നാടകങ്ങൾ. അത് തെരുവ് നാടകങ്ങൾ തൊട്ട് നാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ വരെ കളിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ. അതിൽ വരെ കളിക്കാൻ സാധിക്കും. തെരുവ് നാടകം ഇവിടെ നിന്ന് ഈസ്റ്റ് കോട്ടിയിൽ നിന്ന് എന്താ ഒരു മുണ്ടും ഒരു ഉത്തരീയവും ഇട്ട് ഒരു ക്ലോത്ത് ഇട്ട് അത് ഒരു ചെണ്ടയും കെട്ടി ചെണ്ട അവിടെ നിന്ന് അടിച്ച് മ്യൂസിയത്തിൽ പോയിട്ട് അവിടെ നിന്ന് കുറെ അരമണിക്കൂർ ചെണ്ട അടിച്ച് ആളുകളെ കൂട്ടി നാടകം കളിക്കും. അതാണ്. പിന്നെ അതുപോലെ തന്നെ ബീച്ചിൽ അങ്ങനെയൊക്കെ നാടകം കളിച്ച് പിന്നെ അവസാനം നാഷണൽ ഫെസ്റ്റിവൽ വരെ കളിക്കാൻ പറ്റും. നാടകം എന്ന് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ കാല് ഉറക്കില്ല, അതൊന്ന് തുള്ളിച്ചാടാൻ തോന്നും. അതാണ്. അങ്ങനെയാണ് ഞാൻ ഇതിന് യോഗൻ ഇതിൻ്റെ ക്ഷണിച്ചപ്പോഴും ഞാൻ ഇതിന് സമ്മതിച്ചത്. അപ്പോൾ ഇതിൽ ഒരുപാട് പുരസ്കാര ജേതാക്കളിവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഈ സമ്മാനം വിതരണം ചെയ്യുക എന്ന് പറയുന്നതിന് വലിയ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അത് തന്നെ ഒരു വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്തായാലും ഈ പുരസ്കാര ജേതാക്കൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ KPSC ലളിതയുടെ അനുസ്മരണമുണ്ട്. അതുപോലെ തന്നെ ലളിതം 2025 എന്ന് പറയുന്ന KPSC ലളിതയുടെ പേരിലുള്ള പുരസ്കാര വിതരണമുണ്ട്. KPSC ലളിത ഞങ്ങൾ ഒരുമിച്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ചിട്ടുണ്ട്. നാടകം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന് പറയുന്ന കഥയാസ്പദം, ഞാൻ ഒരു സിനിമയായിട്ടുണ്ട്. മതിലുകൾ എന്ന് പറയുന്ന കഥയാസ്പദമായിട്ട് ഒരു നാടകം പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത നാടകമാണ് കളിച്ചത്. പാലക്കാടുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ഒരു സഹകരിച്ച് അങ്ങനെ കളിച്ചു. കൽക്കട്ട വരെ പോയി ആ നാടകം കളിച്ചു. അപ്പൊ അങ്ങനെ നാടകവും TV സീരിയലും അഭിനയിച്ചിട്ടുണ്ട്, ഒരുമിച്ച് സിനിമയും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അസാധാരണ വ്യക്തിത്വമായ ഒരു വലിയ കലാകാരിയായ ശ്രീമതി KPSC ലളിതയുടെ അനുസ്മരണം കൂടിയാണെന്ന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നിർത്തുന്നു.